ഇനി നമ്മൾ നമ്മുടെ ആദ്യത്തെ പാർട്ട് എല്ലാവരും കാണുക. ഇത് സെക്കൻഡ് പാർട്ടാണ് ഇട്ടേക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ 65 ബാർ 5 ബാർ 1-ലെയാണ്. ഇത് പാർട്ട് 2 ആണ്. സെക്ഷൻ ബിയിൽ ഇവാലുവേറ്റ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4. 3π/4 എന്ന് പറയുന്നത് ടാൻ ഓഫ് 3π/4 എന്ന് പറയുന്നത് -1. പിന്നെ ടാൻ ഇൻവേഴ്സ് -1 എന്നത് -π/4. സൈൻ ഓഫ് -θ എന്ന് പറയുന്നത് -sin θ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -1/√2 കിട്ടും. ഇനി ടാൻ 3/4 നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഓഫ് π - π/4 എന്ന് എഴുതാം. ടാൻ 180 - θ എന്ന് പറയുമ്പോൾ ടാൻ π - θ എന്ന് പറയുന്നത് -tan θ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. പിന്നെ ഡിഫറൻഷിയേറ്റ് h⁻x വിത്ത് റെസ്പെക്ട് ടു h log x. അപ്പോൾ നമ്മൾ u = h⁻x എന്ന് എഴുതുക. അതിന് നമുക്ക് h log x എന്ന് എഴുതാം. പിന്നെ vനെ h log x എഴുതുക. du/dx കണ്ടുപിടിക്കുക. 1/hന്റെ ഡെറിവേറ്റീവ് log xന്റെ ഡെറിവേറ്റീവ് പിന്നെ dv/dx കണ്ടുപിടിക്കുക. du/dv എന്ന് പറയുന്നത് du/dx × dx/dv. ഇനി y എന്നിട്ടുണ്ട് p cos ux plus q sin ux. Show that d²y/dx² plus u²y = 0. അതിൻ്റെ അകത്ത് വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം. dy/dx കണ്ടുപിടിക്കുക. അപ്പോൾ -u p sin ux. cos xന്റെ ഡെറിവേറ്റീവ് -sin x. അതുപോലെ തന്നെ sin xന്റെ cos x. ഇനി രണ്ടാമത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് u² കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കുക. പിന്നത്തെ ബാക്കിയത്തെ വരുന്നത് നമുക്കിടെ y ആണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതുക. ഇനി ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് x ഫോർ വിച്ച് f of x is equal to x - 3 divided by x plus 1. x not equal to -1 is an increasing function. f of x തന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 1 - 4 divided by x plus 1 എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x plus 1 - 4 divided by x plus 1. ഇത് തന്നെയാണ് എന്തായിട്ട് വരുന്നത്? x - 3 divided by x plus 1 ആയിട്ട് വരുന്നത്. ഇനി 1/x plus 1/xന്റെ ഇൻ്റഗ്രൽ അല്ല ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -1/x². അപ്പോൾ ഇത് കൊടുക്കുക. ഇപ്പോൾ 2 മൈനസ് വന്നപ്പോൾ അത് പോസിറ്റീവായി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇനി 3 honey bees were found flying along the vectors. ലാംഡയുടെ വാല്യൂ പെർപെൻഡിക്കുലർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എ വെക്റ്റർ പ്ലസ് ലാംഡ ബി വെക്റ്റർ പെർപെൻഡിക്കുലർ ടു സി വെക്റ്റർ. അപ്പോൾ ഡോട്ട് സി ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ 2 × 3 പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് i ഡോട്ട് i എന്ന് പറയുന്നത് 1 ആയിട്ട് വരും. ജെ ഡോട്ട് അവിടെ ഇല്ല. ജെ ഡോട്ട് കെ ഡോട്ട്. ഇനി അത് സോൾവ് ചെയ്യുക. 6 + 2 8. 8 അപ്പുറത്തേക്ക് പോകുമ്പോൾ -8. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 2 ആണെന്ന് പറഞ്ഞു കിട്ടും. പിന്നെ അടുത്തത് എ ബി വെക്റ്റർ ക്രോസ് എ സി വെക്റ്റർ. ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ നേരത്തെ i j k പിന്നെ അതിൻ്റെ അകത്ത് കോഎഫിഷ്യൻറ്റ് 1 2 -1 2 -3 0. അത് സോൾവ് ചെയ്യുക. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ½ × എ ബി ക്രോസ് എ സി അത് ചെയ്യുക. ഇനി അടുത്തത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പെയർ ഓഫ് ലൈൻസ് cos θ. ഫോർമുല നമ്മൾ കൊടുക്കുക. a1 a2 പ്ലസ് എന്നുള്ള ഇതിൻ്റെ വാല്യൂ കൊടുക്കുക. b1 b2 പ്ലസ് c1 c2 ഡിവൈഡഡ് ബൈ √(a1² പ്ലസ് b1² പ്ലസ് c1² ഇൻറ്റു ആ ഫോർമുല വെച്ച് കൊടുക്കുക. അതിൽ നിന്ന് തീറ്റ എന്ന് പറയുന്നത് cos ഇൻവേഴ്സ് 19 ഡിവൈഡഡ് ബൈ 21. നിങ്ങൾ ഗ്രേഡ് 6 മുതൽ +2 വരെയുള്ള അപ്ലൈഡ് മാത്തമാറ്റിക്സിൻ്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇട്ടിട്ടുണ്ട്. എല്ലാ വർഷത്തെയും വർക്ക്ഷീറ്റും എല്ലാ ഗ്രേഡ് 6 മുതലുള്ളത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി 6th ക്വസ്റ്റ്യൻ. എ സ്പെറിക്കൽ ബലൂൺ ലോസസ് ഇറ്റ്സ് വോളിയം ഡ്യൂ ടു എസ്കേപ്പ് ഓഫ് എയർ ഫ്രം ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഡിക്രീസ് ഓഫ് വോളിയം അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ഏരിയ. നമ്മളിപ്പോൾ ബലൂൺ തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ എയർ എസ്കേപ്പായിട്ട് മുകളിലേക്ക് പൊങ്ങി പോകും. അപ്പോൾ വോളിയം ആരുമായിട്ട് പ്രൊപ്പോർഷണലാണ്, സർഫസ് ഏരിയ ആയിട്ട് പ്രൊപ്പോർഷണലാണ്. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് റേഡിയസ് ഡിക്രീസിങ് ആണ് തെളിയിക്കണം. റേഡിയസ് ഡിക്രീസിങ് ആണ് തെളിയിക്കാനായിട്ട് ഇത് ഇതാണ് പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ dv/dt പ്രൊപ്പോർഷണൽ ടു എസ് മൈനസ് ആണ് തന്നെ, ഡിക്രീസ് ഇല്ലേ ചെയ്യുന്നത്. ഇനി
വോളിയം എടുക്കുക 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 സ്പെറിക്കൽ ബലൂൺ. സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് അല്ലേ. ഇനി ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 3 ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ടി എന്ന് പറയും. ഇനി അതിൽ കോമൺ ആയിട്ടുള്ളത് ഇവിടുത്തെ 4πയും ഈ 3യും വെട്ടിപ്പോയി. ഇവിടുത്തെ 4π ആയിട്ട് വെട്ടി. ആർ സ്ക്വയറും വെട്ടിപ്പോയി. പിന്നെ ഉള്ളത് മൈനസ് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ. അപ്പോൾ ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് എഡ്സ് മൈനസ് സൈൻ എഡ്സ് ബൈ കോസ് സൈൻ എഡ്സ് ബൈ 1 മൈനസ് കോസ് എഡ്സ് ഡി എഡ്സ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണാനായിട്ട് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആക്കുക. എഡ്സ് ബൈ 1 മൈനസ് കോസ് എഡ്സും മൈനസ് സൈൻ എഡ്സ് ബൈ 1 മൈനസ് കോസ് എഡ്സും. ഇനി 1 മൈനസ് കോസ് എഡ്സ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല കൊടുക്കുക. അതിൽ നിന്ന് ഇത് പിന്നെ സൈൻ എഡ്സ് 1 മൈനസ് കോസ് എഡ്സ് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ കോട്ട് എഡ്സ് ബൈ 2 ഡി എഡ്സ്. ഇനി ഇൻ്റഗ്രൽ കൊടുക്കുക. ഇൻ്റഗ്രൽ കൊടുത്ത് സോൾവ് ചെയ്യുക. ഇൻ്റഗ്രൽ ബൈ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ വെച്ച് ഏതായാലും ഒരു ഇൻ്റഗ്രൽ ബൈ പാർട്ട് എന്തായാലും എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവിടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് സോൾവ് ചെയ്യുക. എന്നിട്ട് ഇൻ്റഗ്രൽ ഓഫ് 1/റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ അല്ലെങ്കിൽ 1/റൂട്ട് ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ ലോഗ് റൂട്ട് എച്ച് എന്ന് പറയുന്നത് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എച്ചിന് എന്ത് കൊടുക്കുക, 2ഉം കൊടുക്കുക 0യും കൊടുക്കുക. ആ വാല്യൂ എഴുതുക. Solve the differential equation x plus 2y cube dy equal to y dx. 28th question ആണ്. ഇവിടെ dx by dy plus dx by dy plus p of y x is equal to q of y. p of y എന്ന് പറയുമ്പോൾ -1/y. അപ്പോൾ ഈ റേസ് ടു ഇൻ്റഗ്രൽ -1/y എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് -1/y ലോഗ് y. അപ്പം ലോഗ് മൈനസ് ആയതുകൊണ്ട് അതിനാകുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതാം, 1/e⁻log y എന്ന് എഴുതാം. ഈ e⁻log y എന്ന് പറയുന്നത് y. പിന്നെ 1/y ഇൻറ്റു എക്സ് ബൈ y ഇൻ്റഗ്രൽ ഓഫ് 2y dy പ്ലസ് ചെയ്യുക. ഇനി വൈയുടെ ഇൻ്റഗ്രൽ എടുക്കുക. y²/2 അത് സോൾവ് ചെയ്യുക. ഇനി 29th ക്വസ്റ്റ്യൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. z ഈസ് ഈക്വൽ ടു 2x/5 പ്ലസ് 3y/10. സോൾവ് ചെയ്ത് നോക്കുക. പോയിന്റ് കൊടുത്ത് സോൾവ് ചെയ്ത് നോക്കുക. ആദ്യം 0 ഇക്വേഷനിൽ 0 കൊടുക്കുക. പിന്നെ ഓരോരോ വാല്യൂ കൊടുത്ത് നോക്കുക. 2x plus y less than or equal to 1000. അപ്പോൾ ഈ റീജിയൻ വരും. x plus y less than or equal to 800. അതും അകത്തേക്ക് ലെസ് than or equal to എന്ന് പറയുമ്പോൾ അകത്തേക്ക്. എക്സും വൈയും ഗ്രേറ്റർ ദാൻ or equal to 0 എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. പിന്നെ 30th ക്വസ്റ്റ്യൻ എ ബി വെക്റ്റർ എ സി വെക്റ്റർ പിന്നെ എ ബി സി കൊലീനിയർ ആയതുകൊണ്ട് എ ബി പാരലൽ ടു എ സി സോൾവ് ചെയ്ത് നോക്കുക. ഇനി എ ബി ആൻഡ് സി ആർ യൂണിറ്റ് വെക്റ്റേഴ്സ് പ്രൂവ് ദാറ്റ് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ സ്ക്വയർ പ്ലസ് ബി വെക്റ്റർ മൈനസ് സി വെക്റ്റർ സ്ക്വയർ പ്ലസ് സി വെക്റ്റർ മൈനസ് എ വെക്റ്റർ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഇവിടെ നമ്മൾ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല കൊടുക്കുക. സോൾവ് ചെയ്യും. ഇത് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നമുക്ക് 9 കിട്ടണമല്ലോ. 9 കിട്ടാൻ വേണ്ടി രണ്ട് സൈഡിലും 6 ആഡ് ചെയ്യുക. അപ്പോൾ അത് ക്യാൻസൽ ആയി പൊക്കോളും. അപ്പോൾ ഇതെന്ന് പറയണത് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് പറയുമ്പോൾ y എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ. ഇനി 31
എ എന്ന് പറയുന്ന സെറ്റ് 1 2 5, ബി സെറ്റ് 3 5, സി 2 3 4 5, പി ഓഫ് എ ഗിവൺ സിയും പി ഓഫ് സി ഗിവൺ എയും ചോദിച്ചിട്ടുണ്ട്. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 6 വാല്യൂസും വരുന്നുണ്ട്. 1 2 ഡൈ അല്ലേ ത്രോ ചെയ്യണം. ഡ്രോ ചെയ്യുമ്പോൾ 1 മുതൽ 6 വരെയുള്ള വാല്യൂസ് വരും. എ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 2ഉം 5ഉം. ഇനി എ ഇൻ്റർസെക്ഷൻ ബിയിൽ കോമൺ ആയിട്ട് വരുന്നത് 5 മാത്രം. യൂണിയൻ എന്ന് പറയുമ്പോൾ ഫുൾ സെറ്റ് എടുക്കണം. 1 2 3 5. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന 5. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ആദ്യം ബി ഇൻ്റർസെക്ഷൻ സി എടുത്തിട്ട് ഇവിടെ ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ യൂണിയൻ എടുക്കുക. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ 3ഉം 5ഉം പിന്നെ 2ഉം കൂടി വരുമ്പോൾ എയും ആയിട്ടുള്ള യൂണിയൻ എടുക്കുമ്പോൾ 2 3 5. അല്ലെങ്കിൽ എ യൂണിയൻ ബി എന്ന് എടുക്കുമ്പോൾ ഏത് വരും? 1 2 3 5. അതിൻ്റെ ഇൻ്റർസെക്ഷൻ സിയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 2ഉം 3ഉം 5ഉം ആണ്. പിന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഗിവൺ സി എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ബൈ പ്രോബിലിറ്റി ഓഫ് സി. പിന്നെ പ്രോബിലിറ്റി ഓഫ് സി ഗിവൺ എയിൽ പ്രോബിലിറ്റി ഓഫ് സി ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ. സോൾവ് ചെയ്യുക. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗിവൺ സിയും കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ മിസ്സായിപ്പോയി. അത് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. 32 അത് പിന്നെ പറഞ്ഞുതരാം. y root of h square plus 1 is equal to log root h square plus 1 minus 1 h. ഷോ ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് dy by dx കണ്ടുപിടിക്കുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അത് കഴിഞ്ഞിട്ട് എച്ച് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക 2x. പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ dy by dx. ലോഗ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അത് കഴിഞ്ഞിട്ട് റൂട്ട് എച്ച് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എച്ച് സ്ക്വയർ പ്ലസ് 1. പിന്നെ എച്ച് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 1. ഇനി ഇത് സോൾവ് ചെയ്യുക. ഈ 2ഉം 2ഉം വെട്ടിപ്പോകും. പിന്നെ ഇവിടെ വരുമ്പോൾ ക്രോസ് ചെയ്യുക. എല്ലാത്തിനും എച്ച് സ്ക്വയർ പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ എച്ച് സ്ക്വയർ പ്ലസ് 1ഉം ഇതും വെട്ടിപ്പോകും. ഇതെന്ന് പറയുന്നത് എച്ച് സ്ക്വയർ പ്ലസ് 1 ആണ്. രണ്ട് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റ സ്ക്വയർ കിട്ടും. പിന്നെ എച്ച് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു dy by dx ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് മൈനസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 1 ആയിട്ട് മാറും. പിന്നെ അടുത്തത് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്ത ഈ റേസ് ടു ലോഗ് എക്സ് കോട്ട് എക്സ് എന്ന് എഴുതുക. പിന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സോൾവ് ചെയ്യുക. ഇനി 34th ക്വസ്റ്റ്യൻ സ്കെച്ച് ചെയ്യാനുള്ളതാണ്. എലിപ്സ്. x square by 25 plus y square by 100 is equal to 1. ഇനി റിക്വയർഡ് ഏരിയ കിട്ടുമ്പോൾ എലിപ്സിനെ 4 റീജിയൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 4 ഇൻറ്റഗ്രൽ 0 to 5. The find foot of the perpendicular from the point 0 to 3. ഇതിൽ എളുപ്പമുള്ള ഏതെങ്കിലും ചെയ്യുക. a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 is equal to 0 for perpendicular lines. പിന്നെ ഡയറക്ഷൻ റേഷ്യോസ്, ഡയറക്ഷൻ കൊസൈൻസ്, ഇതൊക്കെ ടെസ്റ്റിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ.
പിന്നെ ബി ഓപ്ഷൻ A1 B1 A2 B2 A2 minus B2 ഇവിടെ പിയിലെ വാല്യൂ 2 or -4 ആണ് കിട്ടും. പിന്നെ സെക്ഷൻ ഈ വായിച്ചു നോക്കുക. അതിൻ്റെ ആൻസർ ഇതിൽ 30 സെക്കൻഡും 31-ൻ്റെ ഫുൾ ആൻസർ ഇട്ടിട്ടില്ല. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ. വായിച്ചു നോക്കുക. N of A equal to 4, N of B is equal to 3. ഇപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുമ്പോൾ 2⁴ into 3 2⁻12. R is not injective. ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാത്തിലേക്കും പോകുന്നില്ല. ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കാനായിട്ട് ബൈജക്റ്റീവ് ആണെങ്കിൽ അത് 1 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. വാറ്റ്സിൻ്റെ പ്രോബ്ലം. വാറ്റ്സിന് കൊടുത്തേക്കണ 35%, A1 25, A2 35, A3 40%. പിന്നെ പ്രോബിലിറ്റി ഓഫ് E given A1 എന്ന് പറയുമ്പോൾ രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്നത്. അത് 60%, പ്രോബിലിറ്റി ഓഫ് E given A2 55, പ്രോബിലിറ്റി ഓഫ് E given A3 50%. പിന്നെ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, പെർസെൻറ്റേജിൽ എഴുതുക. പിന്നെ പ്രോബിലിറ്റി ഓഫ് E കോംപ്ലിമെന്റ് 1 - പ്രോബിലിറ്റി ഓഫ് E ബെയർസ് തിയറം. Probability of A1 given F is equal to probability of A1 into probability of F given A1 divided by probability of F. May 38th question. Surface area തന്നിട്ടുണ്ട്. S is equal to സിലിണ്ടർ ആയതുകൊണ്ട് 2πRh plus πr². താഴത്തെ ഭാഗം നോക്കുന്നില്ല. അല്ല, താഴത്തെ ഭാഗമേ നോക്കണോളൂ, മുകളിലത്തെ ഭാഗമില്ല. കാരണം ഓപ്പൺ ഫ്രം ദ ടോപ്പ് എന്നല്ല പറഞ്ഞത്. ശരിക്കും സിലിണ്ടറിന്റെ സർഫസ് ഏരിയ 2πr into r plus h അല്ലെങ്കിൽ 2πRh into 2πr². മുകളിലത്തെ ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് അത് നോക്കണില്ല. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് R is equal to h എന്ന് കിട്ടും. അടുത്ത ദിവസം അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ചെയ്യാം. താങ്ക് യു.